മനുഷ്യനെ എക്കാലത്തും വിസ്മയിപ്പിച്ചിട്ടുള്ള ഒന്നാണ് ആകാശം. ആകാശത്തെ കാഴ്ചകൾ കണ്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയും അവിടെ കണ്ട കാഴ്ചകളുടെ അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള ഭാവനകളും കഥകളും നെയ്തുണ്ടാക്കുകയും ചെയ്തത് നമ്മുടെ പൂർവികരാണ്. അതോടൊപ്പം തന്നെ ചില ആളുകൾ വളരെ യുക്തിസഹമായ രീതിയിൽ ആകാശത്തെ കാഴ്ചകളെ നിരീക്ഷണം നടത്തി അതിലൂടെ ചില ഉപകാരപ്രദമായ കണ്ടെത്തലുകളും നടത്തുകയുണ്ടായി. അങ്ങനെയാണ് നക്ഷത്ര നിരീക്ഷണത്തിലൂടെ കാലഗണന, കാലാവസ്ഥ പ്രവചനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ പുരാതന കാലം മുതൽക്ക് തന്നെ മനുഷ്യർക്ക് സാധ്യമായത്. അതേസമയം ആകാശത്ത് കണ്ട കാഴ്ചകളെ അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കാൻ കഴിയുന്നതിന് മുമ്പ് ഭാവനകളുടെ ചിറക് പിടിപ്പിച്ചുകൊണ്ട് ഒരുപാട് വൈവിധ്യമാർന്ന കഥകളും മിത്തുകളും ലോകത്തിൻ്റെ നാനാഭാഗത്തും രൂപപ്പെടുകയുണ്ടായി. അത്തരം കഥകളുടെയും മിത്തുകളുടെയും അടിസ്ഥാനത്തിൽ പിന്നീട് വളരെ രസകരമായ അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളും പ്രചാരത്തിൽ വരികയും അത്തരത്തിൽ മനുഷ്യർ സങ്കല്പിച്ചുണ്ടാക്കിയ കെട്ടുകഥകളുടെയും അന്ധവിശ്വാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇന്നും ലോകത്ത് വലിയൊരു വിഭാഗം ആളുകൾ തങ്ങളുടെ ജീവിതം ചിട്ടപ്പെടുത്തുന്നു എന്നതാണ് അത്ഭുതകരമായിട്ടുള്ള ഒരു വസ്തുത. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഫലഭാഗ ജ്യോതിഷം പോലുള്ള തനി അസംബന്ധജടിലമായ അന്ധവിശ്വാസങ്ങൾ മനുഷ്യരുടെ ജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. മറ്റു പല രാജ്യങ്ങളിലും ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളും പ്രചാരത്തിലുണ്ടായിട്ടുണ്ട്. ബാബിലോണിയയിൽ നിന്നും ഗ്രീസിൽ നിന്നും ഈജിപ്തിൽ നിന്നും ഒക്കെ ഈ ആകാശ നിരീക്ഷണത്തിലൂടെ പുരാതന കാലത്ത് മനുഷ്യർ കണ്ടെത്തിയ കെട്ടുകഥകൾ ലോകത്ത് പ്രചാരത്തിൽ വരികയും ആ കഥകളുടെ അടിസ്ഥാനത്തിൽ പിന്നീട് മത കഥാപുസ്തകങ്ങൾ രൂപപ്പെടുകയും ചെയ്തതിൻ്റെ ചരിത്രമാണ് ബൈബിളിൻ്റെയും ഖുറാൻ്റെയും ഉൾപ്പെടെയുള്ള മതഗ്രന്ഥങ്ങളുടെ ചരിത്രം എന്നും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ശാസ്ത്രീയമായി ആകാശ നിരീക്ഷണം നടത്തി ചില വസ്തുതകൾ കണ്ടെത്തിയ പുരാതന മനുഷ്യരുടെ പിന്മുറക്കാരായി ശാസ്ത്രത്തിൻ്റെ രീതി അവലംബിച്ചുകൊണ്ട് ആകാശം നിരീക്ഷണം നടത്തിയ ഒരു കാലഘട്ടമാണ് ഗലീലിയോയുടെ കാലഘട്ടം മുതൽ ശാസ്ത്രലോകത്തിന് നിരവധി വിജ്ഞാനങ്ങൾ നേടിത്തന്നത്. ആ നേട്ടങ്ങളുടെ പരമ്പരയിൽ പുതിയ സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യർ കണ്ടെത്തിയ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മുമ്പിലുള്ള പ്രപഞ്ചം എത്രമാത്രം വിപുലവും വിശാലവുമാണെന്നും നമ്മൾ ജീവിക്കുന്ന ഭൂമിയുമൊക്കെ എത്ര നിസ്സാരമാണ് എന്നുമുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്ന പഴയ കെട്ടുകഥകളും മിത്തുകളും അന്ധവിശ്വാസങ്ങളും മനുഷ്യ കേന്ദ്രീകൃതമായും ഭൂമി കേന്ദ്രീകൃതമായുമാണ് പ്രപഞ്ചത്തെ നോക്കിക്കാണുകയും കഥകൾ മെനഞ്ഞുണ്ടാക്കുകയും ചെയ്തത്. ശാസ്ത്രകുതുകികളായ സ്വതന്ത്ര ചിന്തകരായ ആളുകളൊക്കെ തന്നെ വളരെ താല്പര്യപൂർവ്വം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജെയിംസ് വെബ് ടെലിസ്കോപ്പിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന പുതിയ വിവരങ്ങൾ. ഇതിനു മുമ്പും നമുക്ക് സ്പേസ് ടെലിസ്കോപ്പ് ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആ വിവരങ്ങളെ കുറേ കൂടി വിശാലവും കുറേ കൂടി വ്യക്തതയുമുള്ള വിവരങ്ങളാക്കി മാറ്റി നമുക്ക് കൂടുതൽ പഠനങ്ങൾ നടത്താൻ സൗകര്യം ഒരുക്കി തരുന്നു എന്നതാണ് ഈ ജെയിംസ് വെബ് ടെലിസ്കോപ്പിൻ്റെ നേട്ടം. നേരത്തെ സ്പേസിൽ സ്ഥാപിച്ചിരുന്ന നാസയുടെ തന്നെ മറ്റൊരു ടെലിസ്കോപ്പായിരുന്ന ഹബിൾ ടെലിസ്കോപ്പും ഇപ്പോൾ ചിത്രങ്ങൾ അയക്കുന്ന ജെയിംസ് വെബ് ടെലിസ്കോപ്പും തമ്മിൽ സാങ്കേതികമായി വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസത്തിനനുസരിച്ച് തന്നെ രണ്ടിൻ്റെയും ഔട്ട്പുട്ടിലും വളരെയധികം വ്യത്യാസം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആദ്യം അയച്ച ചിത്രങ്ങൾ തന്നെ നമുക്ക് കൂടുതൽ വ്യക്തതയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നൽകുന്ന ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇപ്പോൾ ശാസ്ത്രലോകം ആരംഭിച്ചു കഴിഞ്ഞു. ഹബിൾ ടെലിസ്കോപ്പ് നമ്മൾ സ്ഥാപിച്ചിരുന്നത് ഭൂമിയിൽ നിന്ന് 547 കിലോമീറ്റർ മാത്രം അകലത്തിലുള്ള സ്പേസിൽ ഭൂമിയെ ചുറ്റുന്ന രീതിയിൽ ഒരു സാറ്റലൈറ്റ് ടെലിസ്കോപ്പ് എന്ന രീതിയിലാണ്. ആ ടെലിസ്കോപ്പിന് ചില
തകരാറുകളൊക്കെ സംഭവിച്ചപ്പോൾ സ്പേസിൽ നേരിട്ട് പോയി ആളുകൾ തന്നെ അത് റിപ്പയർ ചെയ്ത് തിരിച്ചു വരികയുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ചിത്രങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്ന ജെയിംസ് വെബ് ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ അകലെയാണ്. അതുകൊണ്ട് തന്നെ കേടുപാടുകൾ സംഭവിച്ചാൽ അവിടെ പോയി റിപ്പയർ ചെയ്ത് തിരിച്ചു വരിക എന്നത് അസാധ്യമാണ്. ഇത്രയും ദൂരത്തേക്ക് ഇതിനു മുമ്പും നമ്മൾ ടെലിസ്കോപ്പുകൾ അയച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും സാങ്കേതിക വൈദഗ്ധ്യമുള്ള ഒരു ടെലിസ്കോപ്പ് ആദ്യമായിട്ടാണ് സ്പേസിൽ ലഗ്രാഞ്ചിയൻ പോയിൻ്റ് L2 പോയിൻ്റ് എന്ന് പറയുന്ന പ്രത്യേക സ്ഥാനത്ത് വിക്ഷേപിക്കുന്നത്. അവിടെ ഈ ടെലിസ്കോപ്പ് ഭൂമിയെ ചുറ്റുകയല്ല ചെയ്യുന്നത്, മറിച്ച് സൂര്യനെ മറയ്ക്കും വിധത്തിൽ ഭൂമിയുടെ പുറകിൽ നിന്നുകൊണ്ട് ഭൂമിയോടൊപ്പം സൂര്യനെ ചുറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഭൂമിയോടൊപ്പം സൂര്യനെ ചുറ്റാൻ ഏറ്റവും സൗകര്യപ്രദമായ ഒരു പോയിൻ്റ് എന്ന രീതിയിലാണ് ഈ L2 പോയിൻറ്റിനെ ഈ ടെലിസ്കോപ്പ് സ്ഥാപിക്കുന്നതിനായിട്ട് ശാസ്ത്രലോകം കണ്ടെത്തിയത്. അന്തരീക്ഷ വായുവിലൂടെ പ്രകാശം കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, അതാര്യത, അതുപോലെ തന്നെ ചിത്രങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ള വൈകല്യങ്ങൾ, ഇതെല്ലാം മറികടന്നുകൊണ്ട് കൂടുതൽ വ്യക്തമായിട്ടും ക്ലിയറായിട്ടും ആകാശത്തെ നിരീക്ഷിക്കാൻ സ്പേസിൽ നിന്നാണ് സാധ്യമാവുക എന്നതുകൊണ്ടാണ് നമ്മൾ ഔട്ടർ സ്പേസിൽ പോയിട്ട് അവിടെ ടെലിസ്കോപ്പ് സ്ഥാപിച്ച് വിദൂര നക്ഷത്രങ്ങളെയും മറ്റും നിരീക്ഷിക്കുന്നത്. എന്തായാലും ഈ ടെലിസ്കോപ്പിനെ കുറിച്ചോ ടെലിസ്കോപ്പ് നൽകിക്കൊണ്ടിരിക്കുന്ന പുതിയ വിവരങ്ങളെക്കുറിച്ചോ ഒക്കെ അതിൻ്റെ സാങ്കേതിക വൈദഗ്ധ്യമുള്ള ആളുകളും ആ മേഖലയിൽ കൂടുതൽ അറിവുള്ള ആളുകളും ധാരാളമായിട്ട് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. വൈശാഖൻ തമ്പിയെപ്പോലുള്ള സ്വതന്ത്ര ചിന്തകരും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുമൊക്കെ ഒരുപാട് വീഡിയോകളും പ്രഭാഷണങ്ങളും ചർച്ചകളും മീഡിയ ചർച്ചകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ അധികം വിശദീകരിക്കാൻ ഞാൻ ഈ ഒരു വീഡിയോയിൽ സമയം ചെലവഴിക്കുന്നില്ല. പകരം ഞാൻ ഇതിൽ കാണുന്ന മറ്റു ചില കൗതുകകരമായിട്ടുള്ള സാമൂഹ്യ പ്രസക്തിയുള്ള ചില വിഷയങ്ങൾ ഇതിനോടനുബന്ധിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു സംഭവം ശാസ്ത്രലോകത്ത് നടക്കുകയും മീഡിയയിലാകെ ഇത് വലിയ ചർച്ചയാവുകയും ചെയ്തതോടുകൂടി തന്നെ ഒരു കൂട്ടർ ഇവിടെ വെപ്രാളപ്പെട്ടുകൊണ്ട് ഓടി നടക്കുന്നതായിട്ട് കാണാം. പഴയ അന്ധവിശ്വാസങ്ങൾ സംരക്ഷിക്കുകയും അത് കച്ചവടം ചെയ്യുകയും ചെയ്യുന്ന മതപുരോഹിതന്മാർ, പ്രത്യേകിച്ച് ഇസ്ലാമിക രംഗത്തൊക്കെയുള്ള മതപുരോഹിതന്മാർ വളരെ വെപ്രാളത്തോടുകൂടി തങ്ങളുടെ അള്ളാഹുവിനെ രക്ഷിക്കാനുള്ള നെട്ടോട്ടം ഓടുന്ന ഒരു കാഴ്ച, ഒരു കോമഡി കാഴ്ചയും ഇതിൻ്റെ ഇടയിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ അവസരത്തിൽ ചർച്ച ചെയ്യേണ്ടതായ കൗതുകം തോന്നിയിട്ടുള്ള 1-2 കാര്യങ്ങൾ അതിൻ്റെ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. ഒന്ന്, നമ്മുടെ കണ്ണുകൾക്ക് തന്നെ ദൂരങ്ങളിലേക്ക് കാണാനുള്ള കഴിവിൻ്റെ കൂടെ തന്നെ ഭൂതകാലത്തിലേക്ക് നോക്കാനുള്ള കഴിവ് കൂടി ഉണ്ട് എന്നത് അടുത്ത കാലത്ത് നമ്മൾ മനസ്സിലാക്കിയ ഒരു വസ്തുതയാണ്. എങ്ങനെയാണ് നമ്മൾ ഭൂതകാലത്തേക്ക് നോക്കുന്നത്? ടെലിസ്കോപ്പിലൂടെ നമുക്ക് കൂടുതൽ ഭൂതകാലത്തിലേക്ക് നോക്കാൻ കഴിയും. കോടിക്കണക്കിന് വർഷങ്ങൾ പുറകിലുള്ള ഭൂതകാലത്തിലേക്ക് നേരിട്ട് നോക്കുകയും ആ ഭൂതകാലത്തിലെ കാര്യങ്ങളെ തത്സമയ കാഴ്ചയായിട്ട് കാണുകയും ചെയ്യാനുള്ള കഴിവ് നമ്മുടെ നേത്രങ്ങൾക്ക് തന്നെ ഉണ്ട് എന്നതാണ് ഒരു തിരിച്ചറിവ്. ജെയിംസ് വെബ് ടെലിസ്കോപ്പ് നൽകിയിട്ടുള്ള ആദ്യ ചിത്രത്തിൽ തന്നെ നമ്മൾ കാണുന്ന ഗാലക്സികളുടെ ചിത്രങ്ങൾ നോക്കിയാൽ ആ ഗാലക്സികൾ പലതും അനേക കോടി പ്രകാശവർഷങ്ങൾ ദൂരത്ത് നിലകൊള്ളുന്നവയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ അവയെ നമ്മളിപ്പോൾ ഈ ചിത്രത്തിലൂടെ കാണുന്നത് ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായി കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം, നമ്മളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്, നമ്മുടെ ഭൂമി ജനിക്കുന്നതിന് മുമ്പ്, നമ്മുടെ സൗരയൂഥം പോലും ജന്മം കൊള്ളുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ആകാശത്ത് സംഭവിച്ചിരുന്ന കാഴ്ചകളെയാണ് നമ്മളിപ്പോൾ ലൈവായിട്ട് തത്സമയ ദൃശ്യമായിട്ട് ഈ ചിത്രത്തിലൂടെ കാണുന്നത് എന്നറിയുമ്പോഴാണ് നമുക്ക് എത്രത്തോളം ഭൂതകാലത്തേക്ക് നോക്കാൻ കഴിയും എന്ന തിരിച്ചറിവ്, അത്ഭുതകരമായ തിരിച്ചറിവ് നമുക്കുണ്ടാവുന്നത്. ഞാൻ അതിൻ്റെ ഒരു
കുറച്ചുകൂടെ ലളിതമായിട്ടുള്ള ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിലൂടെ വിശദീകരിക്കാം. അപ്പോൾ നമ്മൾ പ്രകാശം നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കുമ്പോഴാണ് നമ്മൾ ഒരു വസ്തുവിനെ കാണുന്നത്. ഒരു വസ്തുവിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ കണ്ണിൽ വന്ന് പതിക്കുമ്പോൾ ആ വസ്തുവിൻ്റെ ഇമേജ് നമ്മുടെ കണ്ണിൻ്റെ പുറകിലുള്ള സ്ക്രീനിൽ പതിയുമ്പോഴാണ് നമുക്കതൊരു കാഴ്ചയുടെ അനുഭവമായിട്ട് മാറുന്നത്. നമ്മളിപ്പോൾ ആകാശത്തുള്ള അമ്പിളിമാമനെ, ചന്ദ്രനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ചന്ദ്രനെ കാണുന്നത് 3 ലക്ഷം കിലോമീറ്റർ അകലെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ചന്ദ്രനെ ഇപ്പോൾ നോക്കുമ്പോൾ ഒരു സെക്കൻഡ് മുമ്പുള്ള ഭൂതകാലത്തെ ചന്ദ്രനെയാണ് കാണുന്നത് എന്ന ഒരർത്ഥം കൂടി അതിനുണ്ട്. കാരണം 3 ലക്ഷം കിലോമീറ്റർ ദൂരം പ്രകാശം സഞ്ചരിച്ച് നമ്മുടെ കണ്ണിലെത്താൻ ഒരു സെക്കൻഡ് സമയമെടുക്കും. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ചന്ദ്രനെ നോക്കുമ്പോൾ കാണുന്ന ചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് മുമ്പുള്ള ഒരു ഭൂതകാല ചന്ദ്രനെയാണ്. ഇത് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളമായ ചന്ദ്രൻ്റെ കാര്യം. ഇനി നമുക്ക് കുറച്ചും കൂടെ അകലെയുള്ള മറ്റൊരു വസ്തുവിനെ എടുക്കാം. ഉദാഹരണത്തിന് സൂര്യൻ. സൂര്യൻ എന്ന നക്ഷത്രത്തെ നമ്മൾ ഇവിടെ നിന്ന് നോക്കി കാണുമ്പോൾ നമ്മൾ കാണുന്ന സൂര്യൻ 8 മിനിറ്റ് മുമ്പുണ്ടായിരുന്ന സൂര്യനാണ്. ഇപ്പോൾ അവിടെയുള്ള സൂര്യനെ നമ്മൾ കാണണമെങ്കിൽ നമുക്ക് 8 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കണം. കാരണം സൂര്യനിൽ നിന്ന് പ്രകാശം സഞ്ചരിച്ച് നമ്മുടെ കണ്ണിലെത്താൻ 8 മിനിറ്റ് സമയം വേണം. കാരണം 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യൻ നിൽക്കുന്നത്. 8 മിനിറ്റ് അകലത്തിലുള്ള സൂര്യൻ്റെ, അല്ലെങ്കിൽ 8 മിനിറ്റ് പ്രകാശം സഞ്ചരിക്കുന്ന അകലത്തിലുള്ള സൂര്യൻ്റെ കാര്യം വിട്ട് നമുക്കിനി മറ്റൊരു നക്ഷത്രത്തിലേക്ക് പോകാം. നമ്മൾക്ക് എല്ലാവർക്കും ചിരപരിചിതമായിട്ടുള്ള, ആകാശം നോക്കുന്ന എല്ലാവരും കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു ചുവന്ന നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. ബീറ്റൽഗ്യൂസ് എന്ന് പറയുന്ന തിരുവാതിര നക്ഷത്രം. നമ്മുടെ ഓറിയോൺ എന്ന് പറയുന്ന നക്ഷത്രഗണത്തിൽ ആ വേട്ടക്കാരൻ പിടിച്ചു നിൽക്കുന്ന പരിചയുടെ സ്ഥാനത്തുള്ള ആ ചുവന്ന നക്ഷത്രമാണ് തിരുവാതിര. ഈ തിരുവാതിര നക്ഷത്രത്തെ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അതിനെ നമ്മൾ കാണുന്നത് 640 വർഷം മുമ്പുള്ള തിരുവാതിരയാണ്. കാരണം തിരുവാതിര നക്ഷത്രം നമ്മുടെ ഭൂമിയിൽ നിന്നും 640 പ്രകാശവർഷം അകലെയാണ് നിലകൊള്ളുന്നത്. 640 പ്രകാശവർഷം അകലെയുള്ള ഒരു വസ്തുവിനെ നമ്മൾ ഇവിടെ നിന്ന് നോക്കിക്കാണുന്നു എന്ന് പറഞ്ഞാൽ ആ കാഴ്ച ഒരു ഭൂതകാല കാഴ്ചയാണ്. എത്രത്തോളം ഭൂതകാലം? 640 വർഷം പഴക്കമുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്നർത്ഥം. എന്ന് വെച്ചാൽ നമ്മളും നമ്മുടെ പൂർവ്വപിതാക്കളും ഒക്കെ ജനിക്കുന്നതിന് മുമ്പ് 5-6 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന നക്ഷത്രത്തെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് എന്നർത്ഥം. ഇപ്പോൾ ആ നക്ഷത്രം അവിടെ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ പോലും അത് നമ്മൾ അറിയണമെങ്കിൽ ഇനിയും 100 കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് നോക്കിയാലേ നമുക്കതറിയാൻ കഴിയുള്ളൂ. ഇതാണ് തിരുവാതിര നക്ഷത്രത്തിൻ്റെ കഥ. അതുപോലെ നമ്മളിപ്പോൾ വെബ് ടെലിസ്കോപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചിത്രങ്ങളിലേക്ക് നോക്കാം. ആ ചിത്രങ്ങളിൽ മഞ്ഞ നിറത്തിലും ചുവപ്പ് നിറത്തിലും കടും ചുവപ്പ് നിറത്തിലുമൊക്കെയുള്ള ഗാലക്സികളുടെ ചിത്രങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ഏറ്റവും ചുവപ്പ് നിറത്തിൽ കാണുന്ന ആ ഗാലക്സികൾ അവയുടെ അകലം ശാസ്ത്രീയമായ മാർഗങ്ങളിൽ കണക്ക് കൂട്ടിയിട്ട് ഏതാണ്ട് 13 ബില്യൺ 13.1 മുതൽ 13.5 വരെ ബില്യൺ പ്രകാശവർഷം അകലെ ഉള്ള ഗാലക്സിയാണ് എന്നാണ് പറയപ്പെടുന്നത്. 13 ബില്യൺ പ്രകാശവർഷം അകലെയുള്ള ഒരു ഗാലക്സിയെ നമ്മൾ കാണുന്നു എന്ന് പറഞ്ഞാൽ 1300 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരാകാശ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ലൈവായിട്ട് കാണുന്നത് എന്നാണ് അർത്ഥം. അത്രയും വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോ നമ്മളുടെ സൂര്യനോ ഭൂമിയോ സൗരയൂഥമോ ഒന്നും രൂപപ്പെട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ പ്രപഞ്ചത്തിൻ്റെ ഒരു ശൈശവ ദശയിലുള്ള അവസ്ഥയിൽ നിന്നാണ് ആ ചിത്രത്തെ നമുക്ക് ലഭിക്കുന്നത് എന്നാണ് അർത്ഥം. അപ്പോൾ പ്രകാശത്തിൻ്റെ ഈ സഞ്ചാര വേഗതയും അങ്ങനെ സഞ്ചരിച്ചു വരുന്ന പ്രകാശത്തിൻ്റെ
തരംഗദൈർഘ്യത്തിലും മറ്റുമുള്ള വ്യതിയാനങ്ങളെയും ഒക്കെ നിരീക്ഷിച്ച ശേഷമാണ് ഇത്തരത്തിലുള്ള കണക്കുകൂട്ടലുകൾ നടത്തുന്നത്. ഇവിടെയാണ് നമ്മൾക്ക് ഭൂതകാലത്തിലേക്ക് നോക്കാൻ കഴിയുന്നു എന്ന ഈ അത്ഭുതകരമായ ഒരു തിരിച്ചറിവിൻ്റെ വിസ്മയം നമ്മൾ പങ്കുവെക്കുന്നത്. ഇനി രണ്ടാമത്, ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ലഭിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മറ്റൊരു സുപ്രധാനമായ തിരിച്ചറിവ് എന്ന് പറയുന്നത്, നമ്മൾ ഏറ്റവും വലുതെന്നും ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നും ഒരു കാലത്ത് കരുതിയിരുന്ന വസ്തുക്കളൊക്കെ ഈ പ്രപഞ്ചത്തിൽ വലുതുപോയിട്ട് ചെറുതുപോലുമല്ല, വെറും നെഗ്ലിജിബിളായിട്ടുള്ള നിസ്സാരമായിട്ടുള്ള പാർട്ടിക്കിൾസ് മാത്രമാണ് എന്നും ആ നിസ്സാരമായിട്ടുള്ള ഭൂമി പോലുള്ള പ്രപഞ്ചധൂളികൾക്ക് മുകളിൽ ജീവിക്കുന്ന മനുഷ്യൻ എന്നൊക്കെ പറയുന്ന ഈ ജീവി ഈ പ്രപഞ്ചത്തിലെ എത്രയോ നിസ്സാരനായിട്ടുള്ള ഒരു ജീവി മാത്രമാണ്, അല്ലെങ്കിൽ ഒരു നിസ്സാര വസ്തു മാത്രമാണ് എന്നുമുള്ള ഒരു വലിയ തിരിച്ചറിവാണ് നമുക്ക് പ്രപഞ്ചത്തിൻ്റെ ഈ വ്യാപ്തിയെക്കുറിച്ചും വലിപ്പത്തെക്കുറിച്ചും അതിൻ്റെ കാലത്തെക്കുറിച്ചുമൊക്കെയുള്ള ഈ അറിവിലൂടെ നേടാൻ കഴിയുന്നത്. ഇവിടെയാണ് നമ്മുടെ പൂർവികരൊക്കെ ആകാശത്ത് നോക്കി സങ്കല്പിച്ച കെട്ടുകഥകളും മിത്തുകളും അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തി കൊണ്ടുവന്നിട്ടുള്ള അന്ധവിശ്വാസങ്ങളുമൊക്കെ എത്രത്തോളം ബാലിശമാണ് എന്ന മറ്റൊരു തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാവുന്നത്. ഒരു കാലത്ത് ഈ ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്നും ഈ ഭൂമിയാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു എന്നും ഭൂമി തന്നെയാണ് പ്രപഞ്ചമെന്നും ബാക്കിയുള്ളതൊക്കെ ആ ഭൂമിയുടെ ചില ആക്സസറീസ്, അനുബന്ധങ്ങൾ മാത്രമാണ് എന്നുമാണ് മനുഷ്യർ ധരിച്ചു വച്ചിരുന്നത്. അങ്ങനെ ധരിച്ചിരുന്ന കാലത്താണ് ബൈബിളും ഖുർആനും അടക്കമുള്ള മതഗ്രന്ഥങ്ങളും കഥാപുസ്തകങ്ങളും ഒക്കെ രചിക്കപ്പെട്ടത് എന്നതും ഈ അവസരത്തിൽ വളരെ കൗതുകത്തോടു കൂടി നമ്മൾ സ്മരിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആകാശം എന്ന് പറയുന്ന ഒരു വസ്തു ഭൂമിക്ക് മുകളിൽ, ഭൂമിക്ക് ഒരു കുടയായി നിവർത്തി വെച്ച ഒന്നാണ് എന്നാണ് ആദ്യകാലത്ത് മനുഷ്യർ ധരിച്ചു വെച്ചിരുന്നത്. അതുകൊണ്ടാണ് ഖുറാനിലൊക്കെ സൃഷ്ടികഥ പറയുന്നിടത്ത് ഭൂമി ഉണ്ടാക്കാൻ 4 ദിവസം എടുത്ത ദൈവത്തിന് ആകാശം ശരിപ്പെടുത്താൻ 2 ദിവസമേ വേണ്ടി വന്നു തുടങ്ങിയിട്ടുള്ള രസകരമായ കഥകളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. കാരണം ഒരു വാച്ച് ഉണ്ടാക്കാൻ ഒരാഴ്ച സമയമെടുക്കുകയാണെങ്കിൽ ആ വാച്ചിൻ്റെ ഗ്ലാസ് ഫിറ്റ് ചെയ്യാൻ ഒരു ദിവസം മതി. കാരണം വാച്ചിന് അതിൻ്റെ മുകളിൽ വാച്ച് ഗ്ലാസ് വെച്ച് വാച്ചിൻ്റെ ഡയലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ ഈ ഭൂമിക്ക് മുകളിൽ ഒരു വാച്ച് ഗ്ലാസ് പോലെയുള്ള ഒരു കുട നിവർത്തി വെച്ച് ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉണ്ടാക്കി വെച്ച സാധനമാണ് ആകാശം എന്നായിരുന്നു പണ്ടുള്ള മനുഷ്യർ ധരിച്ചു വെച്ചിരുന്നത്. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നഗ്ന നേത്രം കൊണ്ട് കാണുന്ന ഭൂമിയും ആകാശവും ഒക്കെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ആർക്കും സ്വാഭാവികമായി തോന്നുന്ന ഒരു കാര്യമാണത്. അങ്ങനെ ആ തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യർ കഥകളെല്ലാം മെനഞ്ഞുണ്ടാക്കിയത്. അപ്പം നമ്മൾ എത്ര നിസ്സാര ജീവികളാണെന്നും നമ്മളുടെ പൂർവികരുണ്ടാക്കി വെച്ച കഥകളും മിത്തുകളും വിശ്വാസങ്ങളും മതങ്ങളുമൊക്കെ എത്ര ബാലിശമായ കെട്ടുകഥകളാണ് എന്നും ഉള്ള ഒരു തിരിച്ചറിവിലേക്ക് കൂടി ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ആധുനിക വിജ്ഞാനത്തിൻ്റെ വൈപുല്യം നമ്മളെ നയിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതോടൊപ്പം ഏറെ ചിന്താർഹമായിട്ടുള്ള മറ്റൊരു കാര്യം, ഇത്രയൊക്കെ അറിവും തിരിച്ചറിവും ലോകത്ത് മനുഷ്യരാശിക്ക് ലഭ്യമായിട്ടും ഇന്നും മഹാഭൂരിപക്ഷം മനുഷ്യരും ഈ പഴയകാലത്തെ അർത്ഥശൂന്യമായ വിഡ്ഢിത്തപരമായിട്ടുള്ള കെട്ടുകഥകളിലും അന്ധവിശ്വാസങ്ങളിലും അള്ളിപ്പിടിച്ചു കിടക്കുന്നു എന്നതാണ്. അതിന് മസ്തിഷ്കപരമായ മനഃശാസ്ത്രപരമായ കാരണങ്ങളുണ്ടെങ്കിൽ പോലും സ്വതന്ത്രമായി ചിന്തിച്ച് അതിൻ്റെയൊക്കെ മണ്ടത്തരം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്ന ഏറ്റവും വലിയ വിസ്മയം, ആകാശത്തേക്കാൾ വലിയ വിസ്മയം മനുഷ്യൻ്റെ സ്റ്റുപ്പിഡിറ്റിയാണ്, അല്ലെങ്കിൽ മനുഷ്യരുടെ മണ്ടത്തരമാണ് എന്നുകൂടി പറയേണ്ടി വരും. മനുഷ്യൻ പണ്ട് കാലത്ത് ഈ കഥകളൊക്കെ മെനയുന്നത് മനുഷ്യനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മനുഷ്യർക്ക് വസിക്കാൻ ഒരു പരന്ന ഭൂമി ഉണ്ടാക്കി വെച്ചു, മനുഷ്യർക്ക് വേണ്ടി ബാക്കി കാര്യങ്ങളെല്ലാം സൃഷ്ടിച്ചു വെച്ചു എന്ന രീതിയിലാണ് മനുഷ്യർ കഥകളെല്ലാം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ബൈബിളിലേക്കും ഖുറാനിലേക്കും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഉൽപ്പത്തിക്കഥയും സൃഷ്ടികഥയും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ പ്രപഞ്ചത്തിലെ ഇപ്പറഞ്ഞ
ഈ മഹാവിസ്മയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രപഞ്ചത്തിൽ പരന്നു കിടക്കുന്ന, അനന്തമായി പരന്നു കിടക്കുന്ന ഈ നക്ഷത്രങ്ങളും ഗാലക്സികളും നെബുലകളും ഗാലക്സി ക്ലസ്റ്ററുകളും ഇതെല്ലാം മനുഷ്യർക്ക് വളരെ വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സൃഷ്ടിച്ചു വെച്ചതാണ് എന്നാണ് ഈ മതകഥാപുസ്തകങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ദൂരങ്ങളെക്കുറിച്ചും കാലത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പ്രപഞ്ചത്തിൻ്റെ വളരെ ചെറിയ, ആകാശത്ത് കാണുന്ന വളരെ ചെറിയൊരു പോർഷനാണ് ഇപ്പോൾ ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഒരു മണൽത്തരി വിരൽ തുമ്പത്ത് പിടിച്ച് ഒരു കയ്യകലത്തിൽ പിടിച്ചാൽ മറയുന്ന ആകാശത്തിൻ്റെ അത്രയും ഭാഗം മാത്രമാണ് ഈ ആയിരക്കണക്കിന് ഗാലക്സികൾ നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ട് ഈ ചിത്രത്തിലൂടെ നമുക്ക് നൽകുന്നത്. അപ്പോൾ ഈ ആകാശത്തെ മുഴുവനായിട്ട് നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ എത്ര പരശതം കോടി ഗാലക്സികളും ഗാലക്സി കൂട്ടങ്ങളും ചേർന്നതാണ് നമുക്ക് ദൃശ്യമായിട്ടുള്ള ഈ പ്രപഞ്ചം എന്ന് തിരിച്ചറിയാൻ കഴിയും. ഇനി അതിനപ്പുറത്ത് പ്രപഞ്ചങ്ങളുണ്ടോ ഇല്ലേ എന്ന കാര്യം പോലും നമുക്ക് നിശ്ചയമില്ല. അത്രയും വിശാലമായ, അനന്തവിശാലമായ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ ഭൂമി എന്ന നിസ്സാര കടുകുമണിക്കകത്ത് ജീവിക്കുന്ന മനുഷ്യൻ എന്ന നിസ്സാര ജീവിക്ക് വേണ്ടിയാണ് എന്നാണ് പണ്ടുള്ള മനുഷ്യർ, പാവം മനുഷ്യർ തെറ്റിദ്ധരിച്ചത്, മനസ്സിലാക്കിയത്. അങ്ങനെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യർ ഈ കെട്ടുകഥകളെല്ലാം എഴുതി വെച്ചത്, ഈ മതപുസ്തകങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുള്ളത്. ഞാൻ ഖുർആനിൽ നിന്ന് തന്നെയുള്ള 1-2 ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ ഈ നക്ഷത്രങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. എന്തിനു വേണ്ടിയാണ് നക്ഷത്രങ്ങൾ ഈ ദൈവം സൃഷ്ടിച്ചു വെച്ചത് എന്നതിന് ഖുർആൻ ഉത്തരം നൽകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കി വെച്ചത് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണെന്നും, അപ്പോൾ മനുഷ്യർക്ക് എന്ത് ആവശ്യത്തിനാണ് ഇതെല്ലാം ഉപകരിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചു എന്ന കഥ മെനഞ്ഞിട്ടുള്ളത്. അപ്പോൾ നക്ഷത്രങ്ങൾ ദൈവം സൃഷ്ടിച്ചു വെച്ചതിന് 3 പർപ്പസാണ് ഖുർആനിൽ പറയുന്നത്, ഖുർആനിലും ഹദീസിലും ഒക്കെ ആയിട്ട് പറയുന്നത്. ഒന്ന്, ആകാശത്തിന് ഒരു അലങ്കാരം ആയിട്ട്, അതായത് നമ്മുടെ ഭൂമിക്ക് ഏതായാലും ഒരു കുട മുകളിൽ പൊന്തിച്ച് വെക്കുകയാണ്. അപ്പോൾ ആ കുടയ്ക്ക് കുറച്ച് ഭംഗി കിടന്നോട്ടെ എന്ന് വിചാരിച്ച് ആ കുടയുടെ താഴെ ഭംഗി കൂട്ടാൻ വേണ്ടി പറ്റിച്ചു വെച്ചതാണ് നക്ഷത്രങ്ങൾ, അലങ്കാരത്തിനായി പറ്റിച്ചു വെച്ചതാണ് നക്ഷത്രങ്ങൾ എന്നാണ് ഖുർആൻ പറയുന്ന ഒരു പർപ്പസ്. രണ്ടാമത്തെ പർപ്പസ് അതിനേക്കാൾ രസകരമാണ്. പിശാചുക്കളെ എറിയാൻ വേണ്ടിയിട്ട് ഒരു തീബോംബായിട്ട് അത് ഉപയോഗിക്കുന്നു എന്നാണ്. എന്തിനാണ് പിശാചുക്കൾ എറിയുന്നത് എന്നൊക്കെ നമ്മൾ പലതവണ വിശദീകരിച്ച് കഴിഞ്ഞതാണ്. പിശാചുക്കൾ ആകാശത്തെ രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ട് ജ്യോത്സ്യന്മാർക്കും മറ്റും കൊണ്ടു കൊടുക്കും. അത് തടയാൻ വേണ്ടി പിശാചുക്കൾ അവിടെ പോയി കട്ട് കേൾക്കാൻ വേണ്ടി ചെവിയോർത്ത് ആകാശത്തിൻ്റെ ചുവട്ടിൽ പോയി നിൽക്കുമ്പോൾ അവരെ അള്ളാഹു നക്ഷത്രം പെറുക്കി എറിയുന്നതാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ എറിയുന്നതാണ് നമ്മൾ ഉൽക്കകൾ ആയിട്ട്, ഈ കൊള്ളിമീനുകളായിട്ട് കാണുന്നത്. അപ്പോൾ ആ കൊള്ളിമീനുകളൊക്കെ നക്ഷത്രം പെറുക്കി എറിയുന്നതാണ് എന്ന് മനുഷ്യൻ്റെ ആ പ്രാകൃത ഭാവനയിൽ ഉദിച്ച കഥയാണ് ഈ അള്ളാൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ നക്ഷത്രം കൊണ്ടുള്ള രണ്ടാമത്തെ പ്രയോജനം ചെകുത്താനെ എറിയുക, ചാത്തനേറ് നടത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രയോജനം. മൂന്നാമത്തെ പ്രയോജനം മനുഷ്യർക്ക് ദിശ അറിയാനും ദിക്കറിയാനും വഴി തെറ്റാതെ യാത്ര ചെയ്യാനും ഒക്കെ നക്ഷത്രങ്ങൾ സഹായിക്കുന്നു. അത് പണ്ട് കാലത്ത് മനുഷ്യർ നക്ഷത്രങ്ങളെ നിരീക്ഷിച്ച് അതിലൂടെ കണ്ടെത്തിയ ഒരു ഉപകാരമാണ്, അത് ശരിയാണ്. ഇങ്ങനെയുള്ള നിസ്സാരമായ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ നക്ഷത്രങ്ങൾ, എത്ര നക്ഷത്രങ്ങൾ, പരശതം കോടി നക്ഷത്രക്കൂട്ടങ്ങളുടെ കൂട്ടങ്ങളെല്ലാം ഈ പ്രപഞ്ചത്തിൽ പരത്തി വെച്ചിട്ടുള്ളത്. ഇത്രയും നിസ്സാരമായ മനുഷ്യൻ്റെ 3 ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നാണ് ഈ ഖുർആൻ എഴുതിയ കാലത്ത് പാവം മനുഷ്യർ ധരിച്ചു വെച്ചിരുന്നത്. മനുഷ്യൻ്റെ ആ ധാരണയാണ് മനുഷ്യനെ പോലെ അല്പന്മാരായിട്ടുള്ള കുട്ടി ദൈവങ്ങളും ധരിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പുസ്തകം എന്ന് വിശ്വസിക്കപ്പെടുന്ന പുസ്തകത്തിൽ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ എഴുതി വെക്കാൻ കാരണം അതാണ്. ഇനി ഭൂമിയിൽ സമുദ്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അറ്റ്ലാന്റിക് സമുദ്രവും പസഫിക് സമുദ്രവും ഉൾപ്പെടെയുള്ള ഭൂമിയുടെ 3/5 ഭാഗവും കവർ ചെയ്ത് നിൽക്കുന്ന സമുദ്രങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. ഒരു സ്ഥലത്ത് പറയുന്നത് നിങ്ങൾക്ക് മീൻ പിടിക്കാനും പിന്നെ മാലമണി മുത്ത് പെറുക്കാനുമാണ് എന്നാണ്. നമുക്ക് മുത്ത് പെറുക്കാനും മീൻ പിടിക്കാനും വേണ്ടിയിട്ടാണ് ഭൂമിയിൽ ഈ സമുദ്രം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. വേറൊരു സ്ഥലത്ത് പറയുന്നത് നിങ്ങൾക്ക് കപ്പൽ ഓടിക്കാനും കൂടി വേണ്ടിയാണ് ഈ സമുദ്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്.
അപ്പോൾ ഭൂമിയിൽ ഈ സമുദ്രം ഇല്ലായിരുന്നെങ്കിൽ നമ്മളും ജീവികളൊന്നും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ള വലിയ വിവരമൊന്നും ഖുർആൻ പടച്ചുണ്ടാക്കിയ അള്ളാഹുവിനില്ലായിരുന്നു. മൂപ്പര് വിചാരിച്ചത് മീൻ പിടിക്കാനും മുത്തു പെറുക്കാനും വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ് കടൽ എന്നാണ്. അങ്ങനെയാണ് കടലിനെ കുറിച്ചുള്ള പർപ്പസ് ഖുർആനിൽ പറയുന്നത്. ഇനി സൂര്യനും ചന്ദ്രനും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? സൂര്യൻ ഇല്ലായിരുന്നെങ്കിൽ ഭൂമിയില്ല, ഭൂമിയില്ല, മനുഷ്യനില്ല, ജീവികളില്ല, ഇതൊക്കെ നമുക്കെന്നറിയാം. ഊർജമില്ല, ഒന്നുമില്ല. പക്ഷേ അള്ളാഹുവിന് ആ വിവരമൊന്നുമില്ല. അള്ളാഹു സൂര്യനും ചന്ദ്രനും ഒക്കെ ഉണ്ടാക്കി വെച്ചത് എന്തിനാണെന്നറിയോ? നമുക്ക് ഹജ്ജിന് പോകാൻ മാസം കണക്കാക്കാനും നിസ്കരിക്കാൻ സമയം കണക്കാക്കാനും. എന്ന് വെച്ചാൽ ഇന്ന് ഒരു വാച്ച് കൊണ്ട് അല്ലെങ്കിൽ ഒരു കലണ്ടർ കൊണ്ട് നമ്മൾ നടത്തുന്ന ആ ഉപകാരത്തിന് വേണ്ടിയിട്ട്, ഒരു കലണ്ടറിൻ്റെയോ വാച്ചിൻ്റെയോ ഉപകാരത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹു ആകാശത്ത് സൂര്യനും ചന്ദ്രനും ഒക്കെ ഉണ്ടാക്കി വെച്ചത്. നമുക്കിന്നറിയാം ഭൂമിയുടെ 13.5 ലക്ഷം ഇരട്ടി വലുപ്പമുള്ള ഒരു നക്ഷത്രമാണ് സൂര്യൻ. 13.5 ലക്ഷം ഭൂമികൾ കൂട്ടിവെച്ചത്ര വലുപ്പമുള്ള സൂര്യനെ ആകാശത്ത് സൃഷ്ടിച്ചു വെച്ചത് നമുക്ക് ഒരു കലണ്ടറിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ്. ചന്ദ്രനെ സൃഷ്ടിച്ചു വെച്ചത് നമുക്ക് മാസം കണക്കാക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു കലണ്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു വാച്ചിൻ്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഖുർആനിൽ അള്ളാഹു എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ സൃഷ്ടികഥ ഞാൻ പറഞ്ഞു, ഭൂമി ഉണ്ടാക്കാൻ 4 ദിവസം എടുത്തു, ആകാശമൊക്കെ പാടുണ്ടാക്കാൻ 2 ദിവസം എടുത്തു എന്ന് പറയുമ്പോഴും ഭൂമിയാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വലുതുമായിട്ടുള്ള വസ്തു എന്ന അന്ധമായ ഒരു അബദ്ധധാരണയുടെ അടിസ്ഥാനത്തിലാണ് കഥ മെനഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം ഉറപ്പാണ്. ചന്ദ്രൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഷേപ്പ് മാറി വരുന്നത് എന്ന് ഒരിക്കൽ മുഹമ്മദ് നബിയോട് അനുയായികൾ ചോദിച്ചു. അപ്പോൾ അതിന് ഉത്തരമായിട്ട് അള്ളാഹു ഇറക്കിയ ആയത്ത് അത് നിങ്ങൾക്ക് മാസം കണക്കാക്കാനാണ് എന്നാണ്. എന്ന് വെച്ചാൽ എന്തുകൊണ്ട് വൃദ്ധിക്ഷയം ഉണ്ടാകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് പോലും ഇന്ന് 3-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് സയൻസ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്ന വിവരം പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് പോലും ഈ സർവജ്ഞാനിയായ അള്ളാഹുവിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അരി എത്ര എന്ന ചോദ്യത്തിന് പയറുപ്പേരി വെക്കാനാണ് എന്നുള്ള ഉത്തരം പറഞ്ഞ് തടി സലാമത്താക്കുകയാണ് അള്ളാഹു ചെയ്തത്. അത് നിങ്ങൾക്ക് മാസം കണക്കാക്കാനാണെന്ന് പറഞ്ഞിട്ട് തടിയെടുത്തു. ഇതാണ് ഖുർആനിലെ ഒരു കോമഡി. ഇങ്ങനെയുള്ള പ്രപഞ്ചവിജ്ഞാനമാണ് മതഗ്രന്ഥങ്ങളിലും പഴയ കഥാപുസ്തകങ്ങളിലും ഉള്ളത് എങ്കിൽ അതും ഇന്ന് നമുക്ക് പ്രപഞ്ചത്തെക്കുറിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ അറിവും തമ്മിലൊന്ന് താരതമ്യം ചെയ്താൽ ഈ അറിവിനേക്കാൾ ഉപരി നമുക്കൊരു തിരിച്ചറിവുണ്ടാവും. എന്താണ് ആ തിരിച്ചറിവ്? നമ്മൾ വിശ്വസിക്കുന്ന ഈ കെട്ടുകഥകളെല്ലാം നമ്മുടെ പൂർവികരായ മനുഷ്യർ അവർക്ക് അറിവില്ലാത്ത കാലത്ത് അവരുടെ പരിമിതമായ അറിവിൻ്റെ ലോകത്ത് ഇരുന്നു കൊണ്ട് ഭാവനയിൽ നെയ്തുണ്ടാക്കിയ കഥകളാണ് എന്നതാണ് നമുക്കിതിലൂടെ ലഭിക്കുന്ന ഒരു പ്രധാന തിരിച്ചറിവ്. അതുപോലെ തന്നെ ഈ പ്രപഞ്ചം, ഇത്രയും വലിയൊരു പ്രപഞ്ചമുണ്ടാക്കിയത് ഈ കഥാപുസ്തകങ്ങളിൽ പറയുന്ന ദൈവങ്ങളൊന്നുമല്ല എന്നും നമുക്ക് വളരെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയും. കാരണം ഈ ദൈവങ്ങൾക്കൊന്നും തന്നെ ഇത്രയും വലിയൊരു പ്രപഞ്ചം ഉണ്ടാക്കാനൊന്നുമുള്ള സിദ്ധി ഉണ്ടാവുക സാധ്യമേ അല്ല. കാരണം ഈ ഭൂമിയാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വസ്തു എന്നും ആകാശം അതിൻ്റെ മുകളിലെ വാച്ച് ഗ്ലാസ് പോലെ കമത്തി വെച്ചതാണെന്നും അത് മനുഷ്യർക്ക് അലങ്കാരത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചതാണെന്നും ചെയ്ത്താനറിയാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ് എന്നൊക്കെ കഥ പറയുന്ന ദൈവങ്ങൾക്ക് ഇത്രയും വലിയൊരു പ്രപഞ്ചം ഉണ്ടാക്കാൻ ഒരിക്കലും കഴിയില്ല. അവരുണ്ടാക്കിയ പ്രപഞ്ചം അവരെ പോലെ തന്നെ ചെറുതാണ്, അവരെ ഉണ്ടാക്കിയ മനുഷ്യരെ പോലെ തന്നെ ബാലിശമാണ് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് നമ്മൾ ഈ ദൈവങ്ങൾക്കൊന്നും ഈ പ്രപഞ്ചവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നത്. ദൈവം എന്ന പേരിൽ നമുക്ക് പരിചയമുള്ള എല്ലാ ദൈവങ്ങളും ഏതാണ്ട് ഇതേ നിലവാരത്തിലുള്ളവരാണ്, മനുഷ്യൻ്റെ നിലവാരത്തിലുള്ളവരാണ്. മനുഷ്യൻ്റെ പിന്നാലെ ആരാധനയും സ്തുതിയും ബലിയും ഒക്കെ ചോദിച്ചുകൊണ്ട് വട്ടം കറങ്ങി നടക്കുന്ന, മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൽ മനുഷ്യൻ്റെ നിലവാരത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ മതദൈവങ്ങൾക്കൊന്നും തന്നെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനൊന്നും അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ഒരു നിസ്സാര വസ്തുവിനെ മനസ്സിലാക്കാൻ പോലുമുള്ള കഴിവില്ല എന്നത് തന്നെയാണ് പ്രപഞ്ചവും ഇവർ ഈ പറയുന്ന ദൈവങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന തിരിച്ചറിവിലേക്ക് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ദൈവങ്ങൾ ഇല്ല എന്ന് പറയുന്നത്.
അപ്പോൾ പിന്നെ ഈ പ്രപഞ്ചമൊക്കെ എങ്ങനെ ഉണ്ടായി എന്നത് നമ്മുടെ അന്വേഷണ വിഷയം മാത്രമാണ്. നമുക്ക് കൃത്യമായിട്ട് ഉത്തരം ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത വിഷയമാണ്. അത്തരത്തിലുള്ള കണ്ടെത്തലുകൾക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഏതാണ്ട് ഉൽപ്പത്തിക്ക് അടുത്തുവരെയുള്ള കാര്യങ്ങളെ നമുക്ക് നേരിട്ട് കാണാൻ ഈ ഒരു ടെലിസ്കോപ്പിലൂടെ സാധിക്കുമെങ്കിൽ അധികം താമസിയാതെ നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് കടന്ന് ചിന്തിക്കാനും കടന്നു കാണാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള കഴിവ് ചിലപ്പോൾ ഉണ്ടായേക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊക്കെ കുറേ കൂടി ശാസ്ത്രീയവും വ്യക്തവുമായിട്ടുള്ള അറിവ് നമുക്ക് ലഭിക്കും. അങ്ങനെയുള്ള അറിവുകൾ ലഭിക്കുന്നത് വരെ എനിക്കറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഞാൻ സംസാരിക്കൂ, അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല എന്ന് സമ്മതിക്കലാണ് ഒരു മനുഷ്യൻ്റെ കടമ. കാരണം ഈ അറിവുകളൊക്കെ നേടുമ്പോൾ നമുക്കുണ്ടായ ഏറ്റവും വലിയൊരു തിരിച്ചറിവ് നമ്മൾ വളരെ നിസ്സാര ജീവികളാണ് എന്ന തിരിച്ചറിവാണ്. ആ നിസ്സാര ജീവിയാണ് എന്ന് തിരിച്ചറിയുന്നതോടുകൂടി നമ്മളുടെ ഉള്ളിൽ നിന്ന് ആവിയായി കാറ്റായി പോകുന്ന ഒരു സാധനമുണ്ട്. അത് അഹങ്കാരമാണ്. മനുഷ്യനാണ് എല്ലാത്തിനേക്കാളും പ്രധാനമെന്നും മനുഷ്യനാണ് എല്ലാത്തിനേക്കാൾ വലുതെന്നും മനുഷ്യന് വേണ്ടിയാണ് ഇതെല്ലാം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് എന്നും മനുഷ്യനെയും പ്രപഞ്ചത്തെയും ഒക്കെ ഉണ്ടാക്കിയ ദൈവം മനുഷ്യനെയാണ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതൊക്കെ മനുഷ്യ കേന്ദ്രീകൃതമായ അഹങ്കാര ചിന്തയിൽ നിന്ന് മനുഷ്യൻ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളതാണ്. എന്നാൽ ഈ പ്രപഞ്ചത്തിൻ്റെ വലിപ്പവും വ്യാപ്തിയും ഒക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന തിരിച്ചറിവ് മനുഷ്യൻ അത്ര വലിയൊരു സംഭവമൊന്നുമല്ല, വളരെ വളരെ നിസ്സാരമായിട്ടുള്ള ഈ ഭൂമിയിലെ മറ്റനേക ജീവികളെ പോലെ പരിണമിച്ചുണ്ടായ ഒരു ജീവി മാത്രമാണെന്നാണ്. ആ ജീവിയുടെ മസ്തിഷ്കം കൊണ്ട് ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ കിട്ടിയ ഈ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ഭൂമിയെയും ആകാശത്തെയും പ്രപഞ്ചത്തെയും ഒക്കെ നിരീക്ഷിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ എന്ന നിസ്സാര ജീവിയുടെ പരിമിതികളെ മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യർക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന വിനയാന്വിതമായ ഒരു നിലപാട് സ്വീകരിക്കുക എന്നതാണ് മനുഷ്യർ ചെയ്യേണ്ടത്. അതാണ് സ്വതന്ത്ര ചിന്തകർ ചെയ്യേണ്ടത്. അല്ലാതെ അഹങ്കാരം കൊണ്ട് ഞങ്ങൾ അങ്ങ് പ്രപഞ്ച സൃഷ്ടാവിനെ നിഷേധിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് ഈ ഇത്രയും വലിയൊരു പ്രപഞ്ചം സൃഷ്ടിക്കാൻ ഇത്രയും ചെറിയ ദൈവങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ദൈവങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ദൈവങ്ങൾക്കൊന്നും പ്രപഞ്ച സൃഷ്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന നിഗമനത്തിൽ എത്തുന്നത്. ഇതാണ് എനിക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. തുടർന്നും നമുക്കിതുപോലുള്ള രസകരമായ വിഷയങ്ങളിൽ ചർച്ച നടത്താവുന്നതാണ്.